വെൽക്കം ടു മാരുതി ബേസ് ക്യാമ്പ്. നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ, ഫുള്ള് ഫോഗാണ്. വാവ്, കണ്ടോ ഇവിടെ ഇഷ്ടം പോലെ അട്ടയുണ്ട്. കണ്ടോ എൻ്റെ ഇവിടെ അങ്ങനെ നമ്മൾ ഇതിൻ്റെ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. വാവ്, പിന്നെ നമ്മുടെ ദാൽ ബാത്ത് വന്നിട്ടുണ്ട്. ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഹൈ ക്യാമ്പിൽ നിന്ന് ബേസ് ക്യാമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ബ്യൂട്ടിഫുള്ളായ സൺറൈസ് കാണാൻ പറ്റും. കണ്ടോ, വേറെ രസമാണ് കേട്ടോ കാണാൻ. അത്യാവശ്യം നല്ല തണുപ്പുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ക്യാപ്പും എക്സ്ട്രാ ഡ്രസ്സും ഗ്ലൗസൊക്കെ ഇട്ടിട്ടുള്ളത്. അവിടെയാണ് ഹൈ ക്യാമ്പ്. വ്യൂ ഒരു രക്ഷയില്ല. മോനെ, ഇന്നലെ നമ്മളിവിടെ വന്നേരം ഫുള്ള് ഫോഗായിരുന്നു. ഇപ്പം നോക്കുകയാണെങ്കിൽ കണ്ടോ എൻ്റെ മോനെ, മൗണ്ടെയിൻ. വാ, എന്ത് രസമെന്നറിയാം കാണാൻ. അന്നപൂർണ്ണ. ഓ, നമ്മൾ ഈ കാണുന്നതാണ്, നമ്മൾ ആ കാണുന്ന മൗണ്ടെയിൻ ഇല്ലേ, അതിൻ്റെ പേരാണ് It's called Machapuche in our language, yeah. And then in English people like to call it fishtail. Fishtail, yeah. Because the shape on the top looks like a fishtail. Yeah, fishtail. നമുക്കിവിടെ ആയിട്ടൊരു യാക്കിനെ കാണാൻ പറ്റും. കേട്ടോ, നിങ്ങൾ ഈ മൗണ്ടെയിൻ നോക്കിയേ. വാവ്, ഇപ്പോൾ നോക്കിയാൽ നമുക്ക് ഇത് ഫസ്റ്റ് സൺലൈറ്റ് വന്നിട്ടുണ്ട്. കണ്ടോ, വാവ്, ഒരു രക്ഷയില്ല. ബൈ ബൈ. അങ്ങനെ നമ്മളിപ്പോൾ വ്യൂ പോയിൻ്റ് എത്താനായി. കണ്ടോ, മൗണ്ടെയിൻ വ്യൂവും കണ്ടുകൊണ്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുകളിൽ നിന്ന് അവിടുന്ന് അവരിങ്ങനെ ഡ്രോണൊക്കെ പറത്തുന്നതായിട്ട് കാണാൻ പറ്റും. എന്ത് രസമെന്നറിയാം, വേറെ വ്യൂ ആണ്. ആൾട്ടിറ്റ്യൂഡ് ഏകദേശം 4200 മീറ്ററാണ്. ഒരു ലെവൽ വ്യൂ ആണ്. കണ്ടോ, നമ്മളെന്തായാലും ബേസ് ക്യാമ്പിലേക്ക് പോവാണ്. ഡോഗ്സ് ആർ സോ ഫ്രണ്ട്ലി. മേ ബി ചിലപ്പോൾ ഇവരൊക്കെ നമ്മുടെ കൂടെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് പോവാം. നമുക്കിത് ഈ മൗണ്ടെയിനിലൂടെ ഇങ്ങനെ നടന്ന് ഏകദേശം ഇതാ അവിടെ അങ്ങനെ എത്തണം. കേട്ടോ, കണ്ടോ, നല്ലപോലെ ഫോഗ് ഇങ്ങനെ കയറി വരുന്നുണ്ട്. ക്ലൗഡ്സ് ഇങ്ങനെ മുകളിലോട്ടേക്ക് പോകുന്നുണ്ട്. നമുക്കിപ്പോൾ ഫിഷ് കാണാൻ പറ്റുന്നില്ല. എന്തോ അത് ഫുൾ കവറപ്പ് ആയിട്ടാണുള്ളത്. യെസ്, ഇങ്ങനെ കയറി കൊണ്ടുവരുന്നത്. ഇതിപ്പോൾ നോക്കി കാണാൻ നമ്മുടെ വിസിബിലിറ്റി ഒക്കെ കുറഞ്ഞു വരികയാണ്. കണ്ടോ, ഈ ഒരു സൈഡിലായിട്ട് നമുക്കിങ്ങനെ നീല കളറുള്ള ഫ്ലവർ ഒരുപാട് കാണാൻ പറ്റും. എന്ത് രസമാണെന്ന് അറിയാണ്. വാ, നമുക്ക് എന്ത് രസമാണല്ലേ. ഒരുപാട് തേനീച്ചയുണ്ട് ഇവിടെ. So happy going to the base camp. Wow.
ഒരുപാട് യാക്കിൻ്റെ ഇതും കാണാൻ പറ്റും നമുക്ക്. സൂസൻ ബ്രോ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ഉണ്ടോ, അന്നപൂർണ്ണ മൊത്തമായിട്ട് കവറായിട്ടാണുള്ളത്. അന്നപൂർണ്ണ ഇതിന് മുകളിൽ നമുക്ക് ഒരുപാട് ആടിനെ കാണാം കേട്ടോ. ചെമ്മരി ആടാണ്, ഇങ്ങനെ മേയാണ് ഇവിടെ കണ്ടോ. കൊള്ളാം. ഈ മൗണ്ടൻ്റെ ടോപ്പിൽ ഇവിടെ കണ്ടോ ഒരാൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. ആട്ടിൻപറ്റങ്ങളൊക്കെ നോക്കിയിട്ട് വരണ ലൈഫാണല്ലേ. അന്നപൂർണ്ണ ഫുള്ളായിട്ട് കവറായിട്ടാണുള്ളത്. നമുക്ക് അന്നപൂർണ്ണ തേർഡ് കാണാൻ പറ്റും. ഫിഷ് ടൈൽ മൊത്തമായിട്ട് കവറായിപ്പോയി. പോകുന്ന വഴിയൊക്കെ മൊത്തം ആട്ടിൻപിട്ടമാണ്. കണ്ട ആട്ടിൻകാട്ടം, മൊത്തം ആട്ടിൻകാട്ടാണ്. ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. നമ്മൾ ബേസ് ക്യാമ്പിൻ്റെ അടുത്തെത്തി. നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. നമ്മൾ ഒക്ടോബർ നവംബർ സമയത്ത് വരികയാണെങ്കിൽ ഹൈ ക്യാമ്പ് മുതൽ ബേസ് ക്യാമ്പ് വരെ ഫുള്ള് സ്നോ ആയിരിക്കും. ആ സമയത്തൊക്കെ ട്രെക്ക് ചെയ്യുകയാണെങ്കിൽ അത് വേറൊരു ഫീലായിരിക്കും. പക്ഷേ മൺസൂൺ സമയത്ത് നിങ്ങൾ ട്രെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഫ്ലവറൊക്കെ കാണാൻ പറ്റും. രണ്ടും വേറൊരു വൈബാണ്. പിന്നെ നമ്മളിതാ ബേസ് ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. അവിടെ കാണുന്നില്ലേ, അതാണ് ബേസ് ക്യാമ്പ്. വെൽക്കം ടു മാരുതി ബേസ് ക്യാമ്പ്. ഗൈസ് വെൽക്കം ബാക്ക്. ഞാനിപ്പോൾ മാരുതി ബേസ് ക്യാമ്പിലാണുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമുക്കവിടെ അന്നപൂർണ്ണ 3 കാണാൻ പറ്റും. എനിവേ ഇത് നമ്മുടെ 3ാമത്തെ ദിവസമാണ്. ബ്രോ ഇവിടുന്ന് മാഗി കുക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എനിവേ നൈസ് ടു മീറ്റ് യു. Nice to meet you, bro. Yeah, we can go there. So right now we are at Martin Mall Base Camp, and Yeah. we're really enjoying here. No one is here. Yeah. It's feel really good. It's quiet. സോ ഹാപ്പി. നമ്മൾ തിരിച്ചിറങ്ങാണ്. ഇന്ന് നമ്മൾ ഹൈ ക്യാമ്പിൽ ക്യാമ്പ് ചെയ്യും. അതിനുശേഷം നമ്മൾ പൊക്രയിലേക്ക് തിരിച്ചു പോകും. ഐ എം സോ ഹാപ്പി. നമ്മൾ ബേസ് ക്യാമ്പ് വരെ എനിക്ക് എത്താൻ പറ്റി. നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഫുള്ള് ക്ലൗഡാണ് കേട്ടോ. നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല, ഫുള്ള് ഫോഗായിട്ടാണുള്ളത്. എന്തായാലും എൻ്റെ കൂടെ സൂസൻ ബ്രോ ഉണ്ട്. നിങ്ങൾ അവരെ കാണുന്നില്ല, അവരൊക്കെ ഷെയർപ്പയാണ് കണ്ടോ. എനിവേ സൂസൻ ബ്രോ വരുന്നുണ്ട്. നമ്മളിങ്ങനെ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് ഫോഗാണ്, അതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. നമ്മളിപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെ താഴെ കൂടെ ഇങ്ങനെ റിവർ ഒഴിക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ടും നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കേൾക്കാൻ പറ്റും. കണ്ടോ, ഫുള്ള് മേഘങ്ങൾ കൊണ്ട് മൂടിയിട്ടാണുള്ളത്. ഇതൊക്കെ അന്നപൂർണ്ണയാണ് ഈ മുന്നിലുള്ളതുണ്ടോ. പക്ഷെ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല, ഫുള്ള് ക്ലൗഡാണ് കേട്ടോ. നമ്മളിപ്പോൾ വ്യൂ പോയിന്റിൽ എത്താറായി. ഇവരെ സമ്മതിച്ചു കൊടുക്കണം. ഇവർ എത്ര സാധനമല്ലേ മുകളിൽ നിന്ന് താഴോട്ടേക്കും താഴെ നിന്ന് മുകളിലേക്കും കൊണ്ടുപോകുന്നത്. എന്തായാലും ഫുൾ ഫോഗാണ്, നമുക്കൊന്നും തന്നെ കാണാൻ പറ്റുന്നില്ല. പക്ഷേങ്കിൽ വേറെ രസമാണ് കേട്ടോ ഈ ഫോഗിലിങ്ങനെ കാണാൻ. ഈ ഫോഗിലിങ്ങനെ പൂക്കളൊക്കെ കാണാൻ വേറെ രസമാണ്. അതൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മളിങ്ങനെ താഴോട്ടേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. താഴോട്ടേക്ക് ഇറങ്ങുന്നതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസി ആയിട്ട് ഇറങ്ങാൻ പറ്റും. കയറി വരാനാണ് ബുദ്ധിമുട്ട്. എന്തായാലും മഴയത്ത് ഇങ്ങോട്ടേക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പലരും പറഞ്ഞിരുന്നു. പക്ഷേ നമുക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് തന്നെ അധികം മഴ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ വൈകിട്ട് മഴ പെയ്തിട്ടുണ്ടെങ്കിലും അപ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ ഹോട്ടലിലെത്തിയിരുന്നു. നമ്മളങ്ങനെ തിരിച്ചിപ്പോൾ വ്യൂ പോയിന്റിൽ അവിടെ എത്തിയിട്ടുണ്ട്. ഇവരെ സമ്മതിക്കണം കേട്ടോ ഇതൊക്കെ വെച്ച് ഇങ്ങനെ മല കയറുന്നത്. അവർ ഈ ഒരു സംഭവം ഇങ്ങനെ തലയുടെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടാണ് കയറുന്നത്. സമ്മതിക്കണം കേട്ടോ ഇവരെ. അത്യാവശ്യം നല്ല വെയിറ്റുള്ള സംഭവമാണ്. ഇവിടുന്ന് ഒരു 2 മണിക്കൂർ ഹൈക്കിങ് കൂടിയാണ് താഴോട്ടേക്കുള്ളത് ഹൈ ക്യാമ്പിലേക്ക്. ഹലോ ഹലോ. ഓ We just reached high camp now. We just hiked around 1.5 hour from the base camp. So as you can see, there's fog everywhere. We can't really see anything. So I can't show you the whole
high camp village at the moment. But yeah, we're here. It's a good trek. നമ്മളെന്തായാലും തിരിച്ച് നമ്മുടെ ഹോട്ടലിലേക്ക് പോവാണ്. ഒരു മെമ്മറബിൾ ട്രക്കായിരുന്നു. എന്തായാലും ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്തു. ഇന്ന് നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യും. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. WView ഗസ്റ്റ് ഹൗസ്. ഇവിടെയാണ് നമ്മുടെ റൂം. ഞാൻ ഓൾറെഡി കാണിച്ചതാണ്. തിരിച്ച് നമ്മുടെ റൂമിൽ എത്തിയിട്ടുണ്ട്. ഇത് ഇന്നലെ നമ്മൾ കഴിച്ച ചിപ്സാണ് കേട്ടോ. പ്രോൺസിൻ്റെ ടേസ്റ്റാണ് ഇതിന് കണ്ടോ. പ്രോൺസിൻ്റെ ടേസ്റ്റുള്ള ചിപ്സാണിത്. അതുപോലെ നമ്മുടെ കയ്യിൽ മുട്ടയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് നാളെ ഏറ്റവും കുക്ക് ചെയ്ത് കഴിക്കാം. ആയിട്ടാണ് നമ്മുടെ ബാത്റൂം വരുന്നത് കണ്ടോ. 2 ബാത്റൂമാണ് ഉള്ളത്. ഒന്ന് ഇവിടെ ആയിട്ടുണ്ട്. യെസ്, ഒന്ന് ഇവിടെ നോക്കിയാലും കാണാം. നിങ്ങളെൻ്റെ കൈ കണ്ടോ, ചെറുതായിട്ട് ഇങ്ങനെ ആയിട്ടാണുള്ളത്. കാരണം ഞാൻ മറ്റേ ഗ്ലൗസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ടൈറ്റായിട്ട് കൈ ചെറുതായിട്ട് ഇതായിട്ടുള്ളത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ലോ ക്യാമ്പിലേക്ക് പോയിട്ട് അവിടെ വേണേൽ സ്റ്റേ ചെയ്യാം. നമുക്ക് സമയമുണ്ട്. പക്ഷേങ്കിൽ വിചാരിക്കുന്നു ഇന്ന് ഇവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ട് നാളെ ഡയറക്റ്റ് നമുക്ക് സീലിങ്ങിലേക്ക് പോകാം. അവിടുന്ന് ബസ് എടുത്ത് നേരെ ബസ്സോ അല്ലെങ്കിൽ ജീപ്പോ എടുത്ത് നമുക്ക് പോകാൻ പറ്റും. ഷെയർ ജീപ്പ് ഉണ്ടാവും. പൊക്രയിലേക്ക് പോകാൻ ഏകദേശം 3-4 മണിക്കൂറാണ് എടുക്കുക. അപ്പോൾ നാളത്തെ ദിവസം എന്തായാലും അടിപൊളിയായിരിക്കും. നമ്മളെന്തായാലും മല ഇറങ്ങുന്നതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മൗണ്ടനെ കണ്ടപ്പോൾ. അത് വേറൊരു ഫീലാണ്. അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. സൂര്യ വെളിച്ചമൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന മൗണ്ടൻ സൂപ്പറായിരുന്നു. അന്നപൂർണ്ണ, അതുപോലെ തന്നെ ഫിഷ് ടൈൽ. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ക്ലൗഡ് കണ്ടിട്ട് സാധ്യത വളരെ കുറവാണ്. നോക്കാം. നമുക്കെന്തായാലും നമുക്കെന്താ സമയമുണ്ടല്ലോ. സൺസെറ്റ് കാണാൻ പറ്റുമെങ്കിൽ സൺസെറ്റ് ഏകദേശം അപ്പുറത്തെ സൈഡിലായിട്ടാണ് ഉണ്ടാവുക. നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നാണ് സൺസെറ്റ് കാണുക. സൺസെറ്റ് കാണാൻ വേണ്ടി ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് സൺസെറ്റ് കാണാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് കാണാം. ആ ഒരു ഭാഗത്തായിട്ടാണ് സൺസെറ്റ് ഉണ്ടാവുക. എനിവേ നോക്കാം നമുക്ക്. നമ്മുടെ ദാൽബാട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ദാൽബാട്ട് സെയിം ഇന്നലത്തെ പോലെ തന്നെ നമുക്ക് സെയിം കറിയാണ്. പക്ഷേ നമ്മുടെ ഇത് മാറിയിട്ടുണ്ട് കേട്ടോ. പൊട്ടറ്റോയും നമുക്ക് വെണ്ടയ്ക്കാണുള്ളത്. പിന്നെ ഇത് പപ്പടം, ദെൻ ക്യാരറ്റ് ആൻഡ് പിക്കിൾ. അപ്പോൾ നമുക്കിതിങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാം. എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യുമ്പോൾ അത് വേറൊരു ടേസ്റ്റാണ്. നല്ല ചൂടാണ്. നൈസാണ്. മോർണിംഗ് ഗൈസ്. നമ്മളിപ്പോൾ WView ഹോട്ടലിലാണ് ഉള്ളത്. നമ്മുടെ ബാഗൊക്കെ പാക്ക് ചെയ്തു. നമ്മളിപ്പോൾ താഴോട്ടേക്ക് ഇറങ്ങാൻ റെഡി ആയിട്ടാണുള്ളത്. അതിനു മുന്നേ ഇവിടുന്ന് ചായ കുടിക്കാമെന്നുള്ള പ്ലാനിലാണുള്ളത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ നോക്കിയാൽ നമുക്ക് മൗണ്ടൻ കാണാൻ പറ്റും കണ്ടോ. രാവിലെ ആകുമ്പോൾ സ്കൈയൊക്കെ മൊത്തം ക്ലിയർ ആയിട്ട് നമുക്കിപ്പോൾ കണ്ടോ. അന്നപൂർണ്ണ സൗത്താണ് നമ്മുടെ നേരെ മുന്നിലായിട്ട് കാണുന്നത്. അന്നപൂർണ്ണ തേർഡ് അവിടെ കാണാം. നേരെ അപ്പുറത്ത് നോക്കിയാൽ നമുക്ക് ഫിഷ് ടൈലും കാണാൻ പറ്റും കേട്ടോ. വാവ്. അപ്പോൾ നമുക്കെന്തായാലും ഇപ്പോൾ ചായ കുടിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങാം. ഇനി ഇവിടുന്ന് ഒരു 5 മണിക്കൂർ ട്രക്കിംഗ് ആണ് താഴോട്ടേക്കുള്ളത്. എന്നിട്ട് സീലിംഗിൽ നിന്ന് നമ്മൾ ജീപ്പോ അല്ലെങ്കിൽ ബസ്സോ എടുത്തിട്ട് പൊക്കാരയിലേക്ക് പോകാനാണ് പ്ലാൻ. നമ്മളിപ്പോൾ ഇതിലൂടെയാണ് നടന്നു പോകേണ്ടത് കേട്ടോ. ഇങ്ങനെ ഇപ്പോൾ ഗായ്സ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാണ്. ഓക്കെ ബൈ. ഓക്കെ ലെറ്റ്സ് ഗോ ഡൗൺ. സൈഡിലായിട്ട് നമുക്ക് നല്ല സൺറൈസ് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഇങ്ങനെ താഴോട്ടേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബേസ് ക്യാമ്പിൽ നിന്ന് നമുക്കൊരു കമ്പനി ഉണ്ട്. ഇത് കേട്ടോ, ഈ ബേസ് ക്യാമ്പ് എന്നുള്ളതാണ്. നമുക്കിങ്ങനെ വൈ കാണിച്ചു തരാണ് കേട്ടോ. You should include that in the vlog, bro. Yeah, I should. നമ്മളിപ്പോൾ ലോ ക്യാമ്പിൽ എത്താനായി കേട്ടോ. പക്ഷേ പെട്ടെന്ന് വന്നതാണ് ബേസ് ക്യാമ്പിൽ നിന്ന്. ബേസ് ക്യാമ്പിൽ നിന്ന് ഇവിടം വരെ ലോ ക്യാമ്പ് വരെ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. പക്ഷെ ഭയങ്കര ഫാസ്റ്റാണ്. എന്ത് സ്പീഡിലാണ് പോകുന്നതെന്നറിയാം. നമുക്കിങ്ങനെ വൈ കാണിച്ചു തരാണ്. നിങ്ങൾ വ്യൂ നോക്കിയേ. വ്യൂ ഒരു രക്ഷയില്ലല്ലോ. അവിടെ നമുക്ക് ഡാൻട്രക്ക് വില്ലേജ് കാണാം. അവിടെ നിന്നാണ് അന്നപൂർണ്ണയുടെ ട്രക്ക് സ്റ്റാർട്ടാവുന്നത്.
നമ്മുടെ ബ്ലാക്ക് പാൻറ്റർ നമുക്കിങ്ങനെ വഴി കാണിച്ചിരുന്നുണ്ട്. നമ്മളങ്ങനെ ലോ ക്യാമ്പിൽ എത്തിയിട്ടോ. നമ്മൾ നൂഡിൽസ് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അത് ഈ ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ നിന്നായിരുന്നു. അങ്ങനെ നമ്മൾ ലോ ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. ബ്ലാക്ക് പാൻറ്റർ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. No, he's He's a different one, but different, it looks like its kid. ഇവിടെ നമുക്ക് വേറൊരു ഡോഗി ഉണ്ട് കണ്ടോ. ബ്ലാക്ക് പാൻറ്ററിൻ്റെ ഒരു കാലിന് എന്തോ പറ്റിയിട്ടുണ്ട് കണ്ടോ, കാല് വേദനിച്ചുകൊണ്ടാണ് ഉള്ളത്. എന്നിട്ട് നമുക്ക് വഴി കാണിച്ചിരുന്നുണ്ട്. ബ്ലാക്ക് പാൻറ്ററിനോട് ബായ് പറഞ്ഞിട്ട് നമ്മൾ പോവാണ്, കാരണം അതിൻ്റെ കാലിന് സുഖമില്ല, വെറുതെ അതിനെ കൊണ്ട് നടത്തിക്കണ്ട. അപ്പോൾ അതിനോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെന്തായാലും താഴോട്ടേക്ക് പോവാണ്. We're walking so fast from high camp to low camp. It felt like nothing. What, half an hour? But Black Panther is so fast. Oh yeah, he was so fast. He was way ahead of us, showing us the way. Apparently that's his work. He always does that too. Whenever he see new people, he just goes up, comes down, goes up, comes down. Yeah. Really nice. ഇവിടെ അങ്ങോട്ടേക്ക് നമുക്ക് ഫുള്ള് മരങ്ങളുണ്ട് ഉണ്ടോ, അതുകൊണ്ട് തന്നെ ഇത് വേറൊരു രസമാണ് ഇതിലൂടെ നടക്കാൻ. കണ്ടോ, ഫുള്ളിങ്ങനെ മരങ്ങളായിട്ട്. ഇവിടെ നിന്ന് നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ട് കണ്ടോ, മൗണ്ടൻ്റെ വ്യൂ നോക്കിയേ എന്ത് രസമാണ്. അതാണ് ലോ ക്യാമ്പ്. അതിൻ്റെ മുകളിലായിട്ട് അവിടെയായിട്ട് അവിടെയാണ് ഹൈ ക്യാമ്പ് വരുന്നത്. ബേസ് ക്യാമ്പ് ഏകദേശം അവിടെയായിട്ടാണ് വരുന്നത് കണ്ടോ. നമ്മളിപ്പോൾ അവിടെ നിന്നാണ് ഇങ്ങനെ ഇറങ്ങി വന്നത്. This is Badal Dada. Badal Dada. Okay. Low camp, I think we little bit further down. Yeah. അങ്ങനെ നമ്മളിപ്പോൾ ബാദൽ ദാഡിൽ എത്തിയിട്ടുണ്ട്. നമുക്കിവിടെ നോക്കിയാൽ ഒരു കമ്പനി ഉണ്ട് കണ്ടോ. കുട്ടികൾ ഭയങ്കര പേടിത്തുണ്ടാണ് കണ്ടോ. വാവ്, അന്നപൂർണ്ണയാണ് നമ്മൾ കാണുന്നത്. വേറെ ലെവലാണല്ലേ. നമ്മുടെ ബാഗൊക്കെ നമ്മളിവിടെ വെക്കുകയാണ്. ബ്രോയുടെ ക്യാമറ അവിടെ വെച്ച് മറന്നുപോയി. എന്തായാലും നോക്കട്ടെ, ഒന്നെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയിട്ട് എടുക്കും, അല്ലെങ്കിൽ നമ്മൾ അവിടെയുള്ള ആളെ വിളിച്ചിട്ടുണ്ട്. അവരിങ്ങോട്ടേക്ക് കൊണ്ടുതരുന്നതാണെങ്കിൽ നമുക്ക് തിരിച്ച് കയറേണ്ടി വരില്ല. നമ്മൾ ഒരുപാട് ദൂരം വന്നിട്ടോ. നോക്കാം. നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഇപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. So I forgot my camera up there. I left it in the table and just walked down. We were just rushing to come down. Anyway, we tried to call somebody up to bring it down. Let's see what happens. Otherwise we will go ahead. Otherwise we need to go up another 2 hours of hiking and bring it back. Hopefully they can send it with somebody. Let's see. അതുകൊണ്ട് തന്നെ നമ്മളിവിടുന്ന് ചായയും അതുപോലെ ടിബറ്റൻ ബ്രെഡിനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാം. ടിബറ്റൻ ബ്രെഡ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഹണി ആഡ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അടിപൊളി കേട്ടോ. ടിബറ്റൻ ബ്രെഡും ഹണിയും നമ്മുടെ തേനുണ്ടതിൻ്റെ ഒരു ടേസ്റ്റാണ് വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ ഇവിടെയുള്ള എല്ലാ ഹോട്ടലും ഉള്ളത്. നമുക്ക് സെൻട്രലായിട്ട് ഇങ്ങനെ തീ കത്തിക്കേണ്ട ഇതുണ്ടാവും. അങ്ങനെ നമ്മുടെ ക്യാമറ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ 2 മണിക്കൂറോളം നമ്മളിവിടെ കാത്തിരിക്കുകയായിരുന്നു. എനിവേ നമുക്കിനി കമ്പനി കൊണ്ട് ഇവരാണ് നമുക്ക് കൊണ്ടുത്തന്നത്. ഇനി എന്തായാലും ഇവരുടെ കൂടെ നമ്മൾ സീലിങ്ങിലേക്ക് പോവാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 4 മണിക്കൂർ കൂടി നടക്കാനുണ്ട് താഴോട്ടേക്ക്. എനിവേ ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ടേക്ക് അവർ ബാഗ്സ് ആൻഡ് ലെറ്റ്സ് ഗോ. I am very happy now. I got my camera back. We waited for almost like what, 3 hours? 3 or 2 hours. 2 hours. Yeah. So it's okay. It was a good rest. Yeah. We're traveling, so we shouldn't rush. Take it easy. Relax. ഇനി ഇവിടുന്ന് ഇനി സീലിങ്ങിലേക്ക് 4 മണിക്കൂർ നടത്താനുള്ളത്. അതിനുശേഷം നമ്മൾ ജീപ്പ് എടുത്തിട്ട് പൊക്കാറയിലേക്ക് പോകും. Yep. So seating probably gonna take 3 hours for us to walk down. And from seating we need to hire a jeep. And jeep is cheaper if we got more people. So let's see if we can find more friends, and maybe 7 people can hire one jeep. Jeep costs maybe 7,000 rupees.
So no matter if it's 1 person or 3 person. So 7,000 you pay for the jeep. So if you got like 7 people, it's a bit cheaper. Yeah. You know, so let's see. ഇപ്പോൾ ഒരു ഫോറസ്റ്റ് ഏരിയയിലൂടെയാണ് പോകുന്നത്. ഈ മരങ്ങൾ കാണാൻ എന്ത് രസമാണല്ലേ, നല്ല രസമാണ്. നമ്മളിപ്പോൾ ലോ ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്, കണ്ടോ. നമ്മളിപ്പോൾ ഇവിടുന്ന് നേരെ പോയാൽ നമ്മൾ ഫോറസ്റ്റ് ക്യാമ്പിലേക്ക് എത്തും. നമുക്ക് സീഡിങ്ങിലേക്കാണ് പോകേണ്ടത്, നമ്മൾ ഈ റൂട്ടിലാണ് പോകേണ്ടത്. ലെറ്റ്സ് ഗോ ടു സീഡിങ്. അങ്ങനെ ഫോറസ്റ്റിലൂടെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം മഴ പെയ്യുന്നതായിട്ട് തോന്നുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ ബാഗിൻ്റെ കവറൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ റെയിൻ കോട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിക്കുന്നു, കാരണം മഴ പെയ്താൽ പണി കിട്ടും. മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. വളരെ ദൂരെ നിന്ന് നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഫോറസ്റ്റ് നിങ്ങൾ നോക്കിയാൽ എന്ത് രസമാണ് കാണാൻ. ഫുള്ള് മരങ്ങളൊക്കെ ഇങ്ങനെ പച്ച കളറായിട്ട് ഇങ്ങനെ പൂപ്പൽ പിടിച്ചിട്ട് ഇങ്ങനെ വേറൊരു രസമാണ് ഈ മരങ്ങളൊക്കെ കാണാൻ. നമുക്കെന്തായാലും താഴോട്ടേക്ക് പോവാം. മഴ പെയ്യാൻ സാധ്യത കൂടുതലാണ്. മഴ ചെറുതായിട്ട് പാടുന്നേ ഉള്ളൂ, അതുകൊണ്ട് നമ്മളിപ്പോൾ റെയിൻകോട്ട് കൈ പിടിച്ച് നടക്കുകയാണ്. നമ്മളെന്തായാലും ഈ അരുവിയുടെ അടുത്തുനിന്ന് കുക്ക് ചെയ്യാന്ന് വിചാരിക്കുന്നു. വേറൊരു വൈബാണ് ഈ ഫോറസ്റ്റിലൂടെ ഇങ്ങനെ നടക്കാൻ. I'm taking risk. All right. Yay! This is the spot. Where we're gonna cook our noodles. നമ്മുടെ ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഗ്യാസും അതുപോലെ നൂഡിൽസും ഒക്കെ എടുത്തിട്ടുണ്ട്. നമുക്കെന്തായാലും ഇതിൻ്റെ മുകളിൽ നോക്കിയാൽ ഇവിടെ ആകുമ്പോൾ നല്ലൊരു സ്പോട്ട് ഉണ്ട് കേട്ടോ. First, we need some water. Yes. Yeah. പിന്നെ നമ്മുടെ Water. വേർ ഇറ്റ് ഈസ്. നമ്മളെന്തായാലും ഈ വെള്ളം എടുത്ത് കുക്ക് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ ഗ്യാസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. യെസ്, ലെറ്റ്സ് ഡു ഇറ്റ്. Lighter. There you go. Perfect. It's burning. See. Spicy noodles. Yep. Korean. It's Nepali but Korean flavor. നല്ല സ്പൈസി ആട്ടോ ഇത്. നമുക്കെന്തായാലും നൂഡിൽസ് ഇടാം. Hey, make sure it doesn't. Hey, leeches, bro, leeches. Oh, look at here. Oh. There you go. Oh my God. Yeah. As I'm sitting down on the floor, so there was leeches. നല്ലപോലെ ശ്രദ്ധിക്കണം, ഇവിടെ നല്ലപോലെ അട്ടയുണ്ട്. പിന്നെ നമ്മുടെ നൂഡിൽസ് ഇപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട് കണ്ടോ. വാവ്, ഇഷ്ടംപോലെ അട്ടയുണ്ട് എല്ലായിടെയും. എന്നെ മൊത്തമായിട്ട് ഇങ്ങനെ കടിച്ച് കൊല്ലുകയാണ്. എന്നെ ഒരുപാട് കണ്ട്. ഓ മൈ ഗോഡ്. ഇവേ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കെന്തായാലും അത് കഴിക്കാം. നമ്മുടെ നൂഡിൽസ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. Use the chopstick. Yeah. Okay. Thank you. I will add this in. After that, ഇതാണ് നമ്മുടെ ചോപ്പ് സ്റ്റിക്ക് കേട്ടോ. വേറൊരു ഫീലാണ് ഇങ്ങനെ ഫോറസ്റ്റിന് നടുവിൽ ഇങ്ങനെ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ ഫീൽ ഉണ്ടല്ലോ, വേറെ ഫീലാണ്. പക്ഷെ ഇവിടെ ഇഷ്ടംപോലെ അട്ടയുണ്ട്, അത് മാത്രമാണ് ഒരു പേടി. പിന്നെ ഒരുപാട് കഴിച്ചു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ നൂഡിൽസൊക്കെ കുക്ക് ചെയ്ത് കഴിച്ചു. നമ്മളിപ്പോൾ താഴോട്ടേക്ക് പോവാണ്. ഫുള്ളിങ്ങനെ താഴോട്ടേക്ക് സ്റ്റെപ്പാണ് കേട്ടോ, കുത്തനെയുള്ള ഇറക്കാണ് കേട്ടോ. ഫുള്ള് സ്റ്റെപ്പ് നല്ല സ്റ്റീപ്പായിട്ടാണ് ഉള്ളത്. വീണ്ടും മഴ പെയ്യാൻ സാധ്യതയുണ്ട്. നല്ലപോലെ കോട നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ. താഴോട്ടേക്ക് നല്ല മഴയാണെന്ന് തോന്നുന്നു, ഒന്നും കാണാൻ പറ്റുന്നില്ല, ഫുള്ള് ഫോഗാണ്. അപ്പോൾ ഞാൻ ഈ റെയിൻകോട്ട് ഇടട്ടെ. നല്ലപോലെ കോടയാണ്. അപ്പോൾ ഞാൻ എന്തായാലും റെയിൻകോട്ട് ഇടുകയാണ്. പെർഫെക്റ്റ്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കയറി നിന്നിട്ടുള്ളത് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ദീദിയോട് ചായ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു.
ഈ ദീദി ഇവിടുന്ന് ഇത് ഉണ്ടാക്കുന്നതാണല്ലോ, മാറ്റ് ഉണ്ടാക്കുകയാണ് ഇവിടുന്ന്. നമ്മളങ്ങനെ ഇനി ഇവിടുന്ന് ഒരു മണിക്കൂർ നടത്താൻ കൂടെ ഉള്ളൂ സീലിങ്ങിലേക്ക്. പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ഈ ഒരു പ്ലാന്റ് കാണാൻ പറ്റും. ഇതിൻ്റെ പേരാണ് തിത്തേപ്പാത്തി. ഇത് നമുക്ക് കുളിക്കാൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നല്ല സ്മെല്ലാട്ടോ ഇതിന്, വേറെ ലെവൽ സ്മെല്ലാണ്. കുളിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട്. ഈ തിത്തേപ്പാത്തി നമുക്ക് ഒരുപാട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. എനിവേ നമ്മളിങ്ങനെ താഴോട്ടേക്ക് പോവാണ്. നല്ലൊരു വ്യൂ ഉണ്ട് ഇവിടെ. ആ കാണുന്നതൊക്കെ നെൽപ്പാടങ്ങളാണ് കേട്ടോ. ആ മലയുടെ മുകളിൽ മുഴുവൻ നെൽപ്പാടങ്ങളാണ്. ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിവേ നമ്മുടെ കയ്യിലിപ്പോൾ റെയിൻ കോട്ട് ഉള്ളതുകൊണ്ട് വലിയ വിഷയമൊന്നുമില്ല, ചെറിയ രീതിയിലേ മഴ പെയ്യുന്നുള്ളൂ. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, താഴോട്ടേക്ക് പോകുമ്പോൾ നല്ലപോലെ സ്ലിപ്പറിയാണ്. അതുമാത്രം ശ്രദ്ധിച്ച് ഞങ്ങളിങ്ങനെ മെല്ലെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ. ഇവിടെ പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് വില്ലേജൊക്കെ കാണാൻ പറ്റും. അവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് സ്റ്റേ ചെയ്യാം. തിത്തേപ്പാത്തി ആൻഡ് ബഫല്ലോ ആൻഡ് ബ്യൂട്ടിഫുൾ വില്ലേജ്. ആൻഡ് വി ആർ ഗോയിങ് ഡൗൺ. We are going down. Yes. We got some buffalo momo. No. Momo. Anyway, let's go to seeding. Sitting, yes. Yes. Hotel Maruti Chia Kaka. ചിയ എന്ന് വെച്ചാൽ ചായ എന്നാണ് അർത്ഥം. ഇപ്പോൾ നിങ്ങൾ നേപ്പാളിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചായ എന്ന് പറയണ്ട, ചിയ എന്ന് പറഞ്ഞാൽ മതി. എനിവേ നമുക്കിവിടെ ഒരു ഹോം സ്റ്റേ കാണാൻ പറ്റും കണ്ടോ. Yeah, you can tell everybody come to Hotel Mardi Chia Kaka. നമുക്ക് ഇവിടെ ഫിഗിൻ്റെ മരം കാണാൻ പറ്റും കേട്ടോ. നമ്മൾ പറിച്ചിട്ടുണ്ട്. കൊള്ളാം, ഒരുപാടുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിൽ. Look at this. So you eat the inside, but you have to be careful because sometimes inside is insect. Can be insect. So you look inside and then you eat it. Yeah, if it looks clean, see, then you eat. അപ്പോൾ നമ്മളിവിടുത്തെ ഫിഗ് കഴിക്കുകയാണ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓ, സോ ഗുഡ്. Ripe in the tree. അടിപൊളി കേട്ടോ. There's one more down there. Another one over there. മരത്തിൻ്റെ മുകളിൽ ഒരുപാട് കാണാൻ പറ്റും. സോ എമ്മി റൈറ്റ്? Yeah, really delicious. Nice. This is over there. ഇവിടെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. അവിടെ ഉണ്ട്, അതുപോലെ ഇവിടെ ഇതിൻ്റെ താഴെ. എന്തായാലും നല്ല അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. ഇനി ലെറ്റ്സ് ഗോ ഡൗൺ. അപ്പോൾ ഫിഗും കഴിച്ചുകൊണ്ട് താഴോട്ടേക്ക് പോവാണ്. അങ്ങനെ നമ്മുടെ ജീപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് ഈ ജീപ്പിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഹൗ മച്ച് ഹവേഴ്സ്? ഐ തിങ്ക് 3 hours, 3 or 4 to Pokhara. I don't think 3-4 hours. It should be closer. ഓക്കെ. എന്തായാലും നമ്മൾ ഈ വണ്ടിയിലാണ് പോകുന്നത്. പോകുന്ന വഴിയുണ്ടോ നിങ്ങൾ? നമ്മൾ അവിടുന്ന് അങ്ങനെയാണ് ഫിഗ് കഴിച്ചത്. എനിവേ നമുക്ക് അവരെയും കൂടി വെയിറ്റ് ചെയ്യാം. അവർ താഴോട്ടേക്ക് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കി നമുക്ക് വില്ലേജസ് കാണാൻ പറ്റും. ഇതൊക്കെ നെൽപ്പാടങ്ങളാണ് കേട്ടോ. ആ കാണുന്നതൊക്കെ നെൽപ്പാടങ്ങളാണ് കണ്ടോ. ഒരുപാട് കൃഷിയൊക്കെ ചെയ്ത് അങ്ങനെ ഒരുപാട് ഹോം സ്റ്റേ ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ്. എന്ത് രസമാണെന്ന് നോക്കി വില്ലേജ് കാണാൻ. വേറെ ലെവൽ വ്യൂ ആണ് കണ്ടോ. അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അവർ വരുന്നുണ്ട് കണ്ടോ. ഇങ്ങനെ ഇവർ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എന്തായാലും പോകാം. നമ്മുടെ വണ്ടി ഇങ്ങനെ മഴ പെയ്യുന്നതുകൊണ്ടെന്ന് അതിങ്ങനെ കെട്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെ ബാഗ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കെട്ടുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ വണ്ടി കയറിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഓഫ് റോഡാണ് കേട്ടോ. ഇവിടെ നിന്ന് 2 മണിക്കൂർ എടുക്കും നമ്മൾ പൊക്കാറിലെത്താൻ. നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുള്ളത് അവരിങ്ങനെ ലോഡ് ചെയ്യുന്നതാണ് കുക്കുംബർ. നമ്മൾ നോക്കുകയാണെങ്കിൽ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികളെ കാണാൻ പറ്റും. ഫുള്ള് ഓഫ് റോഡാണ്. നമ്മളിങ്ങനെ കുലുങ്ങി ഇങ്ങനെ പോവാണ്. നല്ല രസമാണ് ഇങ്ങനെ പോകാൻ. അതുമാത്രമല്ല ഒരാൾക്ക് 1500 രൂപയാണ് വന്നത് ഏകദേശം. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ സമ്മതിക്കുന്നുണ്ട്. ഇവർ ഡ്രൈവ് ചെയ്യുന്നത് വേറെ ലെവലാണ്. ചില സൈഡിലൊക്കെ നമുക്ക് മല ഇടിക്കുന്നതായിട്ടൊക്കെ കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു റിവറിൻ്റെ സൈഡിലൂടെയാണ് പോകുന്നത്. എന്ത് രസമാണെന്ന് നോക്കി. എവിടെയായിട്ട് നമുക്കൊരു തൂക്കുപാലം കാണാൻ പറ്റും. റോഡ് കുറച്ച് മോശമാണ്, അതാണ് ഇങ്ങനെ കുലുക്കം.
കണ്ടോ തൂക്കുപാലവും റിവറും എന്ത് രസമാണല്ലേ കാണാൻ. നമ്മളങ്ങനെ വണ്ടി ചേഞ്ച് ചെയ്യാണ്. നമ്മുടെ വണ്ടിക്ക് എന്തോ പറ്റി, എന്തോ സൗണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ വണ്ടിയിലേക്ക് മാറുകയാണ്. നമ്മുടെ ബാഗൊക്കെ മാറ്റി ഇടുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇനിവേ ലെറ്റ്സ് ഗോ ടു പൊക്ര. ഇവിടെ നിന്ന് ഒരു 16 കിലോമീറ്ററും കൂടിയേ ഉള്ളൂ പൊക്രയിലേക്ക്. അപ്പോൾ നമ്മളെന്തായാലും ഇതിലാണ് പോകുന്നത്. അങ്ങനെ നമ്മളിവിടെ ഇറക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പൊക്കരയിൽ എത്തിയിട്ടുണ്ട്. വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. മൗണ്ടനൊക്കെ കണ്ട് വില്ലേജിലൂടെയുള്ള ഫോറസ്റ്റിലൂടെയൊക്കെ ഉള്ള ഒരു യാത്ര ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. It was amazing. It was good. Yeah, we had so much new experiences. I never really went to trekking. Mountain trekking as well. So yeah, I liked it. എൻ്റെ ആദ്യത്തെ ട്രെക്കിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ സൂസൻ ബ്രോയുടെ ആദ്യത്തെ ട്രെക്കിംഗ് ആയിരുന്നു. എന്തായാലും ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. I'm craving for coffee. It's really good place. Yeah, it's such a good place. Let's go in. Want some coffee? Yeah, anyway, let's drink some coffee. അങ്ങനെ നമ്മൾ കഫേയിൽ വന്നിട്ടാണുള്ളത്. ഡോണറ്റ്സ് കാണുന്നുണ്ട്, കേക്ക് കാണുന്നുണ്ട്, അങ്ങനെയുള്ള ഐറ്റംസാണ് കൂടുതലായിട്ടുള്ളത്. അങ്ങനെ നമ്മളൊരു നൈസ് സ്പോട്ട് കണ്ടുപിടിച്ച് ഇവിടുന്ന് കോഫി കുടിക്കാനുള്ളൊരു പ്ലാനിലാണുള്ളത്. സൈഡിൽ നോക്കിയാൽ നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ട് കണ്ടോ. നേരെ മുന്നിലായിട്ട് നമുക്കൊരു പാർക്ക് കാണാൻ പറ്റും. അവിടുന്ന് കുട്ടികളൊക്കെ ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും കണ്ടോ അവിടുന്ന്. ഇപ്പോൾ നമ്മളെന്തായാലും ഇവിടുന്ന് കോഫി കുടിക്കുകയാണ്. ഓർഡർ ചെയ്തിട്ടുണ്ട്. താങ്ക് യു. Ramro boy, yeah. കഴിഞ്ഞ 4 ദിവസം മറക്കാൻ പറ്റാത്ത ദിവസമായിരുന്നു. അതായത് സോ ഹാപ്പി. അപ്പോൾ ഇനി എന്തായാലും ഞാൻ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവാണ്. സെയിം ഹോസ്റ്റൽ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്താണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. സീ യു ഗൈസ്. ബൈ ബൈ.